അമ്മ ഒന്ന് വരും എൻ്റെ ഫുഡ് കഴിച്ചു. എല്ലാരും ഓടി, പപ്പയും അമ്മ എല്ലാരും ഓടി, ബാലു വരട്ടെ. ഇനി എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ കടുകൂറ കടുകൂറ കടുകൂറ, അതാണ് ഇനിയുള്ള പരിപാടി. ഇങ്ങനെയുള്ള പച്ചമുളകും സവോള ആയിട്ടുണ്ട്. കൈ അരിയുന്ന ഒരു മിനിറ്റ്, കൈ അരിയിട്ട് തരാവേ അമ്മേ. നമുക്ക് അരിയുന്ന ഒരു കുഞ്ഞു സവോള എടുത്തിട്ട് ഉപ്പും ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഉപ്പുണ്ട് ഗൈസ്, പക്ഷെ കുറച്ച് എരിവ് കൂടിപ്പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും സ്പൈസി ഫുഡാണ് ഇഷ്ടമല്ല, എനിക്കത് അറിയായിരുന്നു. എൻ്റെ ഡിഷ് ബാല് കഴിച്ചു നോക്കി അഭിപ്രായം പറഞ്ഞു, കുഴപ്പമില്ലെങ്കിൽ മാത്രം ഞാൻ എരിവില്ലേ ചേച്ചി? മുട്ടക്കറി ഇങ്ങനെ അല്ല 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 മുട്ടക്കറി നമ്മുടെ ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഡിഷിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല, ഓർമ്മയുണ്ടായിരുന്നു, മറന്നുപോയി. ഈ കഴിഞ്ഞ ഒരു സെലിബ്രിറ്റിയുടെ ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്. എനിക്ക് സെലിബ്രിറ്റി ആരെന്ന് ഓർമ്മയില്ല, ഇല്ലെങ്കിൽ ഞാൻ ഗൂഗിൾ ചെയ്തെങ്കിലും എൻ്റെ പേര് കണ്ടുപിടിച്ചേനെ. അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് എന്നാന്ന് ചോദിച്ചപ്പം അവർ മുട്ട കൊണ്ടിട്ടുള്ളൊരു ഐറ്റം പറഞ്ഞു. പേരറിയാത്തതുകൊണ്ട് പറയുന്നില്ല, ഞാനത് ചെയ്ത് കാണിച്ചുതരാം. ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. അത് വീഡിയോ കണ്ടന്റ് അന്ന് മുതൽ ഞാനത് ചെയ്ത് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കണം എന്ന് എൻ്റെ ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും അത് കഴിച്ചു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് സവോള, ടൊമാറ്റോ, മുട്ട, പച്ചമുളക്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അങ്ങനെയുള്ള ഐറ്റംസ് അത്രയും മതി. പിന്നെ നമുക്ക് അത് കൂട്ടി കഴിക്കാനുള്ള ബ്രെഡും വേണം. ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്കപ്പോൾ ഷടപടേന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ട്, കണ്ടോ, ഒരു സവോള എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ആക്ച്വലി ഒരു പച്ചമുളകിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഒരു ഭംഗിക്ക് വീഡിയോയിൽ ഇരുന്നോട്ടെന്ന് കരുതി 2 എടുത്താണ്. ഒരു പച്ചമുളകിൻ്റെ ആവശ്യം. പിന്നെ ഒരു ടൊമാറ്റോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ഇച്ചിരി മതി. അത് അമ്മ ഓൾറെഡി എനിക്ക് നമ്മുടെ എന്തായിരുന്നു മിക്സിയിലിട്ട് ഓൾറെഡി അത് പേസ്റ്റാക്കി എനിക്ക് തന്നു, അതുണ്ട്. പിന്നെ 2 നാടൻ മുട്ട, ഏത് മുട്ടയായാലും കുഴപ്പമില്ല, നാടൻ മുട്ട ഇവിടെ ഉള്ളതുകൊണ്ട് നാടൻ മുട്ട എന്ന് പറഞ്ഞു. പിന്നെ അതെ ഒരു പാക്കറ്റ് ബ്രെഡ്, ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ എവിടെ മുതൽ പരിപാടികൾ ആരംഭിക്കണം എന്ന് ചോദിച്ചാൽ കുനുകുന എന്ന് പറഞ്ഞ് നമുക്ക് സവോള കട്ട് ചെയ്ത് തുടങ്ങാം. ശരിക്കും കുനുകുന എന്നാണ് കട്ട് ചെയ്യേണ്ടത്. എനിക്ക് പക്ഷേ സവോള കട്ട് ചെയ്യുമ്പോൾ ഈ കുനുകുന വലിയ ഒരു നാക്കില്ല കട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ എല്ലാ കറിക്കും മാക്സിമം അതിന് നീളത്തിൽ കട്ട് ചെയ്യാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് ഇന്ന് ഇവിടെയും ഞാൻ നീളത്തിലായിരിക്കും കട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് തിൻ സ്ലൈസ് ആക്കി, കട്ടാവുന്നില്ലല്ലോ ദൈവമേ, ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ ഡിഷ് എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇത് ചെയ്ത് സ്നാക്സ് ബോക്സിലോ അല്ലെങ്കിൽ ലഞ്ചായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കുക. ഇത് ഏത് നേരത്തും പോകുന്നൊരു ഫുഡ് ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഒന്ന് പരീക്ഷിക്കാൻ വിചാരിച്ചത്. കാര്യം വീട്ടിൽ പിള്ളേർക്ക് കൊടുത്തുവിടാൻ പറ്റില്ലെങ്കിലും ഈ ചാനെങ്കിലും കൊടുത്തുവിടാമല്ലോ, അതാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു പച്ചമുളക് കട്ട് ചെയ്തിടാം. ഞാൻ പച്ചമുളക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചില ആൾക്കാർ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യും. അത് നമുക്ക് ഈ മുട്ടയെന്നൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റാൻ കുറച്ച് പാടല്ലേ. അപ്പോൾ ഞാൻ ഭയങ്കര കുഞ്ഞു ആ രീതിയിൽ കട്ട് ചെയ്യും. അതാകുമ്പോൾ ആ ഉള്ളിയുടെ കൂട്ടത്തിൽ ചേർന്ന് പോവുകയും ചെയ്യും. നമുക്കത് വലിയ പീസ് കടിക്കുമ്പോൾ ഉണ്ടാകുന്ന എരിയുടെ അത്രയും വരില്ല ആ ചെറുതായിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്കിത് കുഞ്ഞായിട്ട് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആദ്യം ഇതിങ്ങനെ 4ആയിട്ട് ഇങ്ങനെ മുറിക്കും. 4ആയിട്ട്, കുഞ്ഞി പച്ചമുളക് 4ആയിട്ട്. ഇതിപ്പോൾ ഇച്ചിരി വലുതായതുകൊണ്ട് ഞാനൊരു 5-6 ഇതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഈ ഒരു വലിപ്പം കണ്ടോ, ഇത്രയും കുറച്ച് മെനക്കേടാണ്, എന്നാലും ഇങ്ങനെ ഇത്രയും കുഞ്ഞായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യും. നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും സവോള ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ വെച്ച് ഒന്ന് ചൂടായിട്ട് വരുന്ന നേരത്ത് മതി നമ്മൾ സവോള കട്ട് ചെയ്യുന്നത്. ഓക്കെ, പാൻ ചൂടാകാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക.
അത് കഴിഞ്ഞ് ഈ വെളിച്ചെണ്ണ ചൂടാക്കി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മുടെ പാൻ നല്ല ചൂടായി അതിലേക്ക് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറണം കേട്ടോ, ഇല്ലെങ്കിൽ അത് കഴിക്കുമ്പോൾ ഒരു അപാകത പോലെ തോന്നും. ഈ പാനിൻ്റെ ഉൾഭാഗം തള്ളിയിട്ടാന്ന് തോന്നുന്നു, ഫുള്ളും ഇങ്ങനെ 4 സൈഡിലേക്ക് പോകുന്നു. അതെ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് അതിൽ സവോള ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകണമെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പം ഏകദേശം ഒന്ന് പരിവായി വരുന്നു എന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ. യെസ്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി സവോള ആഡ് ചെയ്യാം. സവോള ആഡ് ചെയ്യുമ്പോൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ആഡ് ചെയ്യുവാണെങ്കിൽ ഓരോ ഇതും ഇങ്ങനെ ഇളകി വീഴും. കണ്ടു, സവോള ഇട്ടു. ഈ സവോളയുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ കടുകൂറ, അതാണ് ഇനിയുള്ള പരിപാടി. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതെ, ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവോള പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ സവോളയിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് ഇനി പെട്ടെന്ന് നന്നായിട്ടൊന്ന് അത് വഴണ്ട് വരും. എനിക്ക് മസാലയുടെ ഒന്നും അളവ് പറയാൻ അറിയില്ല കേട്ടോ, എനിക്കെല്ലാം കൈക്കണക്കാണ്. എല്ലാ കറി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു അളവാണല്ലോ, ഓക്കെ ഇത്ര ഉപ്പുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും, ഇത്ര മുളക് പൊടി ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. എല്ലാ കറികളും ഞാൻ ആ ഒരു അളവിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത്ര ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞു തരാൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഈ സവോള നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന നേരം കൊണ്ട് നമുക്ക് ടൊമാറ്റോ കട്ട് ചെയ്യാം. ഈ ടൊമാറ്റോ നമുക്ക് ഇങ്ങനെ കുഞ്ഞു പീസാക്കി കട്ട് ചെയ്യാം കേട്ടോ. ഇത് വലുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി നന്നായിട്ട് മുളക് പൊടി മൂത്ത് വരുന്ന അളവിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിൽ നിന്ന് ഒരു കുഞ്ഞു സവോള എടുത്തിട്ട് ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഉപ്പുണ്ട് ഗൈസ്, പക്ഷെ കുറച്ച് എരിവ് കൂടിപ്പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും സ്പൈസി ഫുഡാണ് ഇഷ്ടമല്ലേ? എനിക്കത് അറിയായിരുന്നു. അപ്പം നമുക്കിനി എരിവൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾക്കൊക്കെ എരിവല്ല ഇഷ്ടം, എരിവ് ഓക്കെയാണ്, കുഴപ്പമില്ല. നമുക്ക് ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ ഇട്ടു കൊടുക്കും. അതും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല നല്ല പേസ്റ്റ് പോലെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് ഇനി നമ്മളെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കിടക്കുന്നത്. കാണിച്ചു തരാം. ഇതേ കണ്ടോ, നമ്മുടെ മസാല ഏകദേശം ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മസാല ഈ ഒരു പാനിലേക്ക് തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതേ കണ്ടോ, എല്ലാ സൈഡിലേക്കും മസാല കറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റത്തിന് നമ്മൾ ഇറക്കാൻ പോകുന്നത്, മുട്ട. ഈ മുട്ട നമ്മൾ ഒറ്റ പൊട്ടിക്കലിൽ അതിൽ ഉണ്ണി പൊട്ടാണ്ട് വീഴണം. അതൊരു ടാസ്ക്കാണ്. ഞാൻ സാധാരണ എപ്പോൾ മുട്ട പൊട്ടിച്ചാലും ഒരു മുട്ടത്തോടെ അവർ വീഴുന്നത് പതിവാണ്. ഇന്ന് നമുക്കത് പറ്റില്ല, കാര്യം മുട്ടത്തോട് വീണ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ വാ, നമുക്കത് ചെയ്യാം. ഓക്കെ, നമ്മൾ ലക്ഷ്യസ്ഥാനം നോക്കി. ഈശ്വര, ഇല്ല മാറ്റൂല. വാവ്, സക്സസ്. ഓക്കെ, പൊട്ടിയില്ല. ഈശ്വര, രണ്ടാമത്തെ മുട്ടയും കൂടെ. രണ്ടാമത്തെ മുട്ട ഇതിൽ വീഴ്ത്തി. ഇനി നമുക്ക് ഈ മുട്ടയുടെ വെള്ള ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ മസാല ഇളകി വീഴും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പതിയെ മുട്ട പൊട്ടാണ്ട്, മുട്ടയ്ക്ക് കേടുപാടുകളൊന്നും സംഭവിക്കാതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക. കണ്ടോ, ഈ മുട്ട ചെറുതായിട്ടൊന്ന് പൊട്ടി, കുഴപ്പമില്ല, നമ്മളതൊന്നും കണ്ട് വിഷമിക്കരുത്. പരീക്ഷണമാകുമ്പോൾ അങ്ങനെ പലതും സംഭവിക്കും. എന്നിട്ട് ഈ മുട്ടയുടെ വെള്ളം നമുക്കൊന്ന് ഇങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ആ മസാല ഇളകിപ്പോരും. ഇനി നമുക്ക് ഒരു 5 to 10 minutes ഇത് നന്നായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ചില ആൾക്കാർക്ക്
മുട്ടയുടെ ഉണ്ണി കറക്റ്റ് കുക്കായില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടമാണ് ടേസ്റ്റ്. അങ്ങനെയുള്ളവർ ആ ഒരു പരുവം നോക്കിയിട്ട് എടുക്കുക. എനിക്ക് കുറച്ചത് കുക്കാണ്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. അപ്പം എനിക്കത് കുക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ മേലെ കുരുമുളക് വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, നമുക്ക് എന്താണോ ആവശ്യം ഇട്ട് കൊടുക്കാം. പക്ഷേ എനിക്കങ്ങനെ മുട്ടയിൽ അങ്ങനെ കുരുമുളകിൻ്റെ ഫ്ലേവർ പൊതുവെ എനിക്കങ്ങനെ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കുരുമുളക് ഇടുന്നില്ല, ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ ഐറ്റം തുറക്കാൻ പോവാണ്. ഇതിൻ്റെ മേലെ മല്ലിയില ഉള്ളവർക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ഡിഷ് ഈ പ്ലേറ്റോട് കൂടി ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് വേണം സെർവ് ചെയ്യാനെന്നല്ല, അതിൽ നിന്ന് വേണം എടുത്ത് കഴിക്കാനായിട്ട്. പക്ഷേ ഈ പ്ലേറ്റൊക്കെ ഇനി തണുപ്പ് മാറി വരുമ്പോൾ ഒരുപാട് നേരം എടുക്കും. വിശന്ന് കൂമ്പ് കത്തുന്നത് കൊണ്ടും അത്രയും നേരം സഹിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ടും ഞാൻ ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ കേടുപാടുകൾ സംഭവിച്ച് ഒന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും നോക്കട്ടെ. അങ്ങനെ എൻ്റെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡിഷിൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഏഞ്ചൽ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. ഇത് എവിടെയാണ് കണ്ടത്, ആരാണ് ഉണ്ടാക്കിയെന്നൊക്കെ. പപ്പ അതിഥി റാവുവിൻ്റെ ഡിഷാണ്. പപ്പ എൻ്റെ ഡിഷ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വരുമോ? വാ പപ്പ നാടിച്ചോടി. ശരിക്കും പറഞ്ഞാൽ പാപ്പോ ഉണ്ടെങ്കിൽ പാപ്പോ ആണ് എൻ്റെ ഒഫീഷ്യൽ ടേസ്റ്റർ. പാപ്പോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലുവിനെ വിളിച്ചു. ബാലുവിൻ്റെ വീട്ടിലേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ച് നേരം മുതൽ ആൾ റെഡിയാകാൻ വേണ്ടിയിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ബാലു റെഡിയായിട്ട് വരട്ടെ. എനിക്ക് കഴിച്ചു നോക്കാൻ നല്ല ടെൻഡൻസി ഉണ്ട്, പക്ഷേ എൻ്റെ ഡിഷ് ബാല് കഴിച്ചു നോക്കി അഭിപ്രായം പറഞ്ഞു കുഴപ്പമില്ലെങ്കിൽ മാത്രം ഞാൻ കഴിക്കും. ആൾക്കാർ ക്യൂ എൻ്റെ ഫുഡ് കഴിക്കാൻ. അങ്ങനെ എൻ്റെ ഡിഷ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുക്കും ബാലും ഉണ്ട്. ഈ ബ്രെഡും മുട്ടയും മസാലയും കൂടെ ചേർത്ത് കഴിക്കണം. ഞാൻ പിടിച്ച രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കും. ബ്രെഡും മുട്ട. ഓക്കെ, അപ്പൊ എല്ലാരും എടുത്തോ. അല്ല, ഈ മുട്ടയും കൂടെ ചേർത്ത് കഴിക്കണം. അല്ല, ഈ മുട്ട എല്ലാം മുട്ടയാ. മുട്ടയുടെ മഞ്ഞയും കൂടെ ഇങ്ങനെ എടുക്ക്, മുറിച്ചെടുക്ക്. മസാല ഉൾപ്പെടെ മുറിച്ചെടുക്ക്. എരിവില്ല, പുളിയില്ല, ഉപ്പില്ല, ഒന്നുമില്ല. ഒരു കുഞ്ഞു സവാള എടുത്തിട്ട് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പുണ്ട് ഗൈസ്, പക്ഷെ കുറച്ച് എരിവ് കൂടിപ്പോയി. മുട്ടയുടെ രുചി അങ്ങനെ വളരെ കുറച്ച് ഉപ്പ് കുറഞ്ഞു അല്ലേ? കുറച്ച് ഉപ്പ്. പിന്നെ നിങ്ങളെ മസാല മാത്രം ഒന്ന് കഴിച്ചു നോക്കിയാൽ നല്ല ഉപ്പുണ്ടായിരുന്നല്ലോ ഞാൻ എടുത്തപ്പോ. ഉപ്പൊന്നുമില്ല. ഇല്ല, സൂപ്പറാ. എരിവില്ല ചേച്ചി. മുട്ടക്കറി ഇങ്ങനെ അല്ല മുട്ടക്കറി നമ്മുടെ